ഹലോ, നമസ്കാരം. മിസ്റ്റർ മുഹമ്മദ് അലി കൊടിഞ്ഞി അല്ലേ? ഓക്കെ, സോറി 1 മിനിറ്റ്. ഞാൻ രാജേഷ് ന്യൂസ് അവർ ജീവൻ ടി വിന്ന് വിളിക്കുക. ഞങ്ങളുടെ ന്യൂസ് അവറിന്റെ കൗണ്ടറിലേക്ക് കൊടുക്കാം. നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണേ. ഹലോ 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 ഹലോ, പറഞ്ഞോളൂ, എന്താണ് ഇപ്പോൾ ജിദ്ദയിലുള്ള അവസ്ഥ? ജിദ്ദയിൽ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഇവിടെ ജാമ്യ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മക്കയിലേക്ക് പോകുന്ന റോഡുള്ള മെയിൻ റോഡുള്ള ഒരു പാലത്തിന്റെ മേലെ നിൽക്കാണ്. അടിയിൽ വണ്ടികളൊക്കെ മൂടിക്കിടക്കുകയാണ്. അതെ, ഇപ്പോൾ മൊത്തം വണ്ടികൾ 10 വരെ മൂടിയിട്ടുണ്ട്. എന്താണിത്? മഴ പെയ്തതുകൊണ്ടാണോ അതല്ല വേറെ ഇപ്പൊക്കെ നാട്ടിലൊക്കെയുള്ളമാരെ അടക്കത്ത് പൊട്ടി വരുന്നത് പോലെയാണ് വെള്ളം വരുന്നത്, കലഞ്ഞ വെള്ളം. ഒരു മഴ പെയ്തല്ലാണ് കാണുന്നത്. ഇന്ന് ഹാജിമാരെല്ലാവരും മിനയിലേക്ക് പോകുന്ന ദിവസമാണല്ലേ? അതെ, മീനേഴ്സ് കുറെ ഹാജിമാർ ഇവിടെ പുറത്തു നിൽക്കുകയാണ്. കാരണം അവർക്ക് പോകാനുള്ള റോഡാണ് ബ്ലോക്ക് ആയിരിക്കുന്നത്. ഹാജിമാരുടെ അവസ്ഥ ഇവിടെ നിൽക്കുന്ന സ്ഥലമല്ലേ, ഇത് ജിദ്ദയിലല്ലേ? ഹാജിമാരുടെ അവസ്ഥ അറിയില്ല. ഹാജിമാരിപ്പോ പോയിക്കൊണ്ടിരിക്കാനുള്ള ഹാജിമാർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഹാജിമാരാണ്. അവരുടെ വണ്ടികളൊക്കെ ബ്ലോക്കായത് കാരണം അവരൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അവിടെ ജിദ്ദയിൽ നിന്ന് പോകാനുള്ള വഴിയാണത്. മക്ക എക്സ്പ്രസ് ആണ്. എയർപോർട്ടിൽ നേരെ ജിദ്ദയിൽ മക്കത്തേക്ക് പോകാനുള്ള വഴിയാണത്. അവരൊക്കെ എത്തിയിട്ടുണ്ട്. ജിദ്ദയിൽ നിന്ന് പുറത്താനുള്ള ആളുകൾക്കാണ് എത്താൻ പ്രയാസം ഉണ്ടാവുള്ളൂ. ഇത് ഈ റോഡിൽ കൂടി പോകുന്ന ആളുകൾക്ക് മാത്രമാണ്, അല്ലാത്തവർക്ക് പ്രയാസം ഉണ്ടാവില്ല. മക്കത്ത് എത്തിയിട്ടുണ്ട്. കുറെ ആളുകളൊക്കെ നല്ല സുഖമായിട്ട് എത്തിയിട്ടുണ്ട്. അവിടെ മഴയില്ല. അവിടെ മഴ ചെറുതായിട്ടേ ഉള്ളൂ. ഇവിടെ ജിദ്ദയിൽ ഇവിടെ ജാമ്യയിൽ മക്കത്തുനിന്ന് എയർപോർട്ടിൽ നിന്ന് നേരെ മക്കത്ത് പോകുന്ന എളുപ്പവഴി എക്സ്പ്രസ് ആണ്. പക്ഷെ ഇവിടെയാണ് മഴ പെയ്തുകാണ്ട്. മഴ പെയ്തത് മാത്രമല്ല, ഇത് ഇവിടെ അണക്കെട്ട് പൊട്ടിയ പോലെയാണ് തോന്നുന്നത്. മല എന്താ പൊട്ടിയ പോലെ. അങ്ങനെ പെട്ടെന്ന് വെള്ളം അടിച്ചതായിട്ട് വണ്ടികൾ മറിഞ്ഞുകൊണ്ട് പോവാണ്. ഓക്കെ ഓക്കെ ഓക്കെ.